ഹെൽവയുടെ സീക്രട്സ് ഓഫ് ഡിവൈൻ ലവ് എന്ന് പറയുന്ന ബുക്കിൽ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. ഒരു സാമുറായുടെയും അവരുടെ വൈഫിന്റെയും ഒരു ജാപ്പനീസ് സ്റ്റോറിയാണ്. ഇവർ ന്യൂലി വെഡ്സ് ആണ്. അങ്ങനെ ഇവര് കപ്പലിൽ ഹണിമൂണിന് പോവാണ്. ഈ സമയത്ത് ഭയങ്കരമായിട്ടുള്ള കാറ്റടിക്കുകയും കടലാകെ ഇളകി മറിയാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഇത് കണ്ടതും ഈ വൈഫ് ഭയങ്കര പാനിക്കാവാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഏതൊരു നിമിഷവും ഈ കപ്പലിനെ കടല് വിഴുങ്ങാമെന്നുള്ള രീതിയിലാണ്. ഇവർ നോക്കുന്ന സമയത്ത് ഈ സാമുറായി ഭയങ്കര കാമാണ്. ശാന്തമായിട്ടുള്ള ഒരു കടലിനെ നിരീക്ഷിക്കുന്നത് പോലെയാണ് അദ്ദേഹം ഇങ്ങനെ പുറത്തു നോക്കിയിരിക്കുന്നത്. ഇത് കണ്ടതും ഇവരുടെ അടുത്ത് ചെന്നിട്ട് ഇവരുടെ വൈഫ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പേടിയൊന്നുമില്ലേ? ഈ സാമുറായി തന്റെ അരയിലുള്ള വാള് ഊരിയിട്ട് വൈഫിന്റെ കഴുത്തിലേക്ക് വെക്കുന്നുണ്ട്. വൈഫ് ചിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. സാമുറായി ചോദിക്കുന്നുണ്ട്, നിനക്ക് പേടിയില്ലേ? വൈഫ് തിരിച്ചു മറുപടി പറയുന്നത്, എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് എത്രത്തോളം സ്നേഹം ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ ഒരിക്കലും എന്നെ ഉപദ്രവിക്കില്ല എന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? സാമുറായി തന്റെ വൈഫിനോട് തിരിച്ചു പറയുന്ന ഒരു മറുപടി ഉണ്ട്, എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ ലൈഫും എന്നെ സ്നേഹിക്കുന്നവന്റെ കയ്യിലാണ്. പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ കാഴ്ചകൾക്കും ഒക്കെ അപ്പുറം എല്ലാം അറിയുന്ന പടച്ച തമ്പുരാനിലാണ് നമ്മളുടെ ജീവനും നമ്മുടെ എല്ലാം ഏൽപ്പിക്കുന്നത്. ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കണം എന്തൊക്കെ സംഭവിക്കരുത് എന്നുള്ളത് പടച്ചോന്റെ മാത്രം പരിധിയിലുള്ള കാര്യങ്ങളാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ ആലോചിച്ച് നമ്മൾ ഒരുപാട് പരിഭ്രാന്തപ്പെടേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ പടച്ചോനിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അതിന്റെ റിസൾട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, പടച്ചോൻ അതിന് നമുക്ക് നന്മയാണോ തിന്മയാണോ എന്ത് തന്നെയാണ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നോട്ടെ, അതിന് ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കാൻ ഒരു വിശ്വാസി പഠിക്കേണ്ടതുണ്ട്.